ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ NABHൻ്റെ സ്റ്റാൻഡേർഡ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. 8 സ്റ്റാൻഡേർഡുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 8ാമത്തെ സ്റ്റാൻഡേർഡ് ദ ഓർഗനൈസേഷൻ ടേക്സ് ആക്ഷൻ ടു പ്രിവെൻറ്റ് ഓർ റെഡ്യൂസ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ഇൻ ഇറ്റ്സ് സ്റ്റാഫ്. നമ്മൾ പലപ്പോഴും ഒരു ഇൻഫെക്ഷൻ എക്സ്പോസ്ഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹോസ്പിറ്റലിനകത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസുമായിട്ട് സമ്പർക്കത്തിലെത്താനും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അവരുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്കൊരു എക്സ്പോഷർ അവിടെയുണ്ട്. സോ അതുകൊണ്ട് തന്നെ IPCയിലെ 8ാമത്തെ സ്റ്റാൻഡേർഡ് 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ 4 കമ്മിറ്റ്മെൻറ്റും ഒരു അച്ചീവ്മെൻറ്റുമാണുള്ളത്. അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് കൃത്യമായ ഓക്കുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി പ്രാക്ടീസസ്, അതിന് കൃത്യമായ റിട്ടേൺ ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. ആ റിസ്ക് ഫാക്ടർ കുറയ്ക്കുന്നതിന്, ട്രാൻസ്മിറ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് എമംഗ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള ഗൈഡ് ലൈൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഇമ്മ്യൂണൈസേഷൻ പോളിസി നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാഫിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതിനെക്കുറിച്ച് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ടാകണം. നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് വർക്ക് റെസ്ട്രിക്ഷൻസ്, ഇൻഫെക്ഷൻ പോസിബിലിറ്റി ഉള്ള സ്ഥലത്ത് സ്റ്റാഫ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതിനെക്കുറിച്ച് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോഷർ ഉണ്ടാകാൻ, ബ്ലഡ് എക്സ്പോഷർ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് മാനദണ്ഡം നമുക്കുണ്ടാവണം, അതിനുള്ള ശ്രദ്ധയുണ്ടാവണം. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലൈസിസ്, ഒരു പ്രിവെൻഷൻ ഇൻസൈഡ് ദ സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കുണ്ടായിരിക്കണം. അതൊരു വളരെ കൺസേൺ ആയിരിക്കണം. കാരണം HIV പോസിറ്റീവ് പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഒരു നീഡിൽ ഇഞ്ചറി മൂലമോ മറ്റൊക്കെ അത് നമുക്ക് ഒരു HIV ബാധ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയൊക്കെയുണ്ട്. സോ വളരെ കൃത്യമായ റിട്ടേൺ ഗൈഡ് ലൈൻസിൽ കൂടെ കടന്നു പോകേണ്ട ഒരു കാര്യമാണ് സ്റ്റാഫിൻ്റെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു 8ാമത്തെ സ്റ്റാൻഡേർഡിലെ 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ ഓർഗനൈസേഷന് കൃത്യമായ ഒരു ആക്ഷൻ പ്രിവെൻഷൻ പ്ലാൻ ഉണ്ടാവണം. എന്താണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് സ്റ്റാഫിനുണ്ടാകുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. സോ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ നമ്മളുടെ സുരക്ഷിതത്വം, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ പേഷ്യൻസിൻ്റെ, കാരണം നമുക്ക് ഇൻഫെക്റ്റഡ് ആയാൽ അടുത്ത ഇൻഫെക്റ്റഡ് അല്ലാത്ത പേഷ്യൻറ്റും ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റാഫിൻ്റെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞത് എൻ്റെയർ ഹോസ്പിറ്റലിലെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ, പേഷ്യൻസിൻ്റെ ഒരു സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെക്കാനിസംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. ഈ ഒരു 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്യാം.